ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സാർത്തൂസ് വേൾഡ് ആൻഡ് ഡേവൂസ് ടിപ്സ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി ഔട്ട്സൈഡ് ലബോറട്ടറികളിൽ പോയി പാക്കേജ് ടെസ്റ്റുകൾ, അതായത് എക്സിക്യൂട്ടീവ് ടെസ്റ്റുകളും മറ്റ് ചെക്കപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അതിൽ വരുന്ന രണ്ടൂന്ന് പ്രൊഫൈൽ ടെസ്റ്റുകളും മറ്റു ടെസ്റ്റുകളും നമുക്കിന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ലിവർ ഫംഗ്ഷൻ എന്ന പ്രൊഫൈൽ ടെസ്റ്റിനെ കുറിച്ചാണ്. ലിവർ ഫംഗ്ഷൻ എന്താണെന്നും അതിൽ വരുന്ന ഒരു 6-7 ടെസ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കരളിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവയവം ആണ് ലിവർ. ലിവർ ഇടപെടാത്ത ശാരീരിക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളിലും നമ്മുടെ കരൾ കാര്യമായ പങ്ക് വഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതും കരൾ തന്നെയാണ്. ഏതൊക്കെ അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. കരൾ രോഗങ്ങൾ, അതായത് നല്ല ക്ഷീണവും ശരീരഭാരം കുറയുന്നതൊക്കെയും, അതുപോലെ ഡിസ്കളറേഷൻ, കണ്ണിലും കൈകളിലും മറ്റും മഞ്ഞ നിറം ഉണ്ടാകുമ്പോഴും യൂറിനിൽ കളർ ചേഞ്ച് കാണുമ്പോഴും, ഇങ്ങനെയുള്ള ധാരാളം ലക്ഷണങ്ങൾ കരൾ രോഗങ്ങളുമായി അല്ലെങ്കിൽ ലിവർ ഡിസീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഡോക്ടേഴ്സ് നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ എന്തുമാത്രം ഭംഗിയായി നടക്കുന്നു എന്ന് അറിയാനായി ഈ ഒരു പാനൽ ഓഫ് ടെസ്റ്റുകൾ എഴുതുന്നത്. അതുപോലെ മദ്യപാനമുള്ള ആളുകളിൽ അവരുടെ കരൾ തകരാറിലായോ എന്നറിയാനും, അതുപോലെ നിങ്ങൾക്ക് ഡയബറ്റിസ് അടക്കമുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയിലും ഈ LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്ന ഒന്നാമത്തെ ടെസ്റ്റായ സിറം ബിൽറുബിൻ എന്ന ഒരു ടെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ബിൽറുബിൻ എന്നും അതുപോലെ തന്നെ ബിൽറുബിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ രക്തകോശങ്ങൾ ഉണ്ട്. അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാഴ്വസ്തുവാണ് ഈ ബിൽറുബിൻ എന്ന് പറയുന്നത്. ഓരോ റെഡ് ബ്ലഡ് സെല്ലിനും ഓരോ ആയുസ്സുകൾ ഉണ്ട്. സാധാരണ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസം ആണ്. ഈ 120 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ആയുസ് കഴിഞ്ഞ് അത് ബ്രേക്ക് ഡൗൺ ആകുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ബിൽറുബിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ റെഡ് ബ്ലഡ് സെല്ലിനും പൊട്ടി ഉണ്ടാകുന്ന ബിൽറുബിൻ ആണ് ഇൻഡയറക്റ്റ് ബിൽറുബിൻ അല്ലെങ്കിൽ അൺകോൺജുഗേറ്റഡ് ബിൽറുബിൻ എന്ന് പറയുന്നത്. അടുത്ത ബിൽറുബിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിൽറുബിൻ ആണ്. നമ്മുടെ ലിവറിൽ നിന്നാണ് ഡയറക്റ്റ് ബിൽറുബിൻ ഉണ്ടാവുന്നത്. ഈ രണ്ട് ബിൽറുബിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ബിൽറുബിനുകൾ, ഡയറക്റ്റ് ബിൽറുബിൻ ആൻഡ് ഇൻഡയറക്റ്റ് ബിൽറുബിൻ. ഈ രണ്ട് ബിൽറുബിനും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ബിൽറുബിൻ കിട്ടുന്നു. ഡയറക്റ്റ് ബിൽറുബിന്റെ മറ്റു പേരാണ് കോൺജുഗേറ്റഡ് ബിൽറുബിൻ എന്നത്. ഈ ഇൻഡയറക്റ്റ് ബിൽറുബിൻ എന്നത് ഡയറക്റ്റ് ബിൽറുബിൻ ആയിട്ട് മാറുന്നത് ലിവറിൽ നിന്നാണ്. നമുക്ക് ഈ ബിൽറുബിന്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡിൽ സിറം ബിൽറുബിൻ എന്ന ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ബിൽറുബിൻ, ഡയറക്റ്റ് ബിൽറുബിൻ, ഇൻഡയറക്റ്റ് ബിൽറുബിൻ ഇത്രയും അറിയാൻ സാധിക്കുന്നു. ലിവറിന്റെ പ്രശ്നം കൊണ്ടാണോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നൊക്കെ ഈ ബിൽറുബിൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഏകദേശം 100 രൂപയുടെ അടുത്ത് മാത്രമാണ് ഈ ബിൽറുബിൻ ടെസ്റ്റിന് ആകുന്ന റേറ്റ്. ഈ ലിവർ ഫംഗ്ഷൻ എന്ന ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിൽറുബിൻ എന്ന് പറയുന്നത്. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്ന മറ്റ് എൻസൈമുകളായ SGOT, SGPT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ, ഈ ടെസ്റ്റുകൾ നോക്കിയാലും നമുക്ക് ലിവറിന്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ ബിൽറുബിൻ കൂടിയാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കാം. കയ്യിലും അതുപോലെ കണ്ണിലൊക്കെ മഞ്ഞ നിറം കണ്ടുവരുന്നു. ഇങ്ങനെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികളിലാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B ഇത്തരം സാഹചര്യങ്ങളിലുമാണ്. ഇനി നമുക്ക് നോർമൽ വാല്യൂസ് നോക്കാം. ടോട്ടൽ ബിൽറുബിന്റെ നോർമൽ 0.1 മുതൽ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഡയറക്റ്റ് ബിൽറുബിന്റെ നോർമൽ 0.3 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെ നിൽക്കുകയും വേണം. നമ്മൾ സാധാരണയായി ചെയ്തു വരുന്നത് ഈ രണ്ട് ബിൽറുബിനുകളാണ്, ടോട്ടൽ ബിൽറുബിനും ഡയറക്റ്റ് ബിൽറുബിനും. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ബിൽറുബിൻ കൂടുന്ന അവസ്ഥ നോക്കാം. റെഡ് ബ്ലഡ് സെല്ലിന്റെ ബ്രേക്ക് ഡൗണിൽ നിന്നും കിട്ടുന്നതാണ് ഈ ഇൻഡയറക്റ്റ് ബിൽറുബിൻ എന്നത്.
ഇൻഡയറക്റ്റ് ബിൽറുബിൻ കൂടി നിൽക്കുന്നതായിട്ട് നമ്മൾ പൊതുവെ കാണുന്നത് ചെറിയ കുട്ടികളിലാണ്. ജനിച്ച ഉടനെ കുട്ടികൾക്ക് മഞ്ഞ നിറം ശരീരം ഒട്ടാകെ കാണാറുണ്ട്. ഇതിനെ പറയുന്നത് ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്നാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം ന്യൂബോൺ ബേബീസിന്റെ ബ്ലഡിലെ ബിൽറുബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബിൽറുബിൻ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ ബിൽറുബിൻ കൂടുതലുള്ള കുട്ടികളെ രാവിലെ തന്നെ സൂര്യപ്രകാശം തട്ടിക്കണമെന്ന് പറയുന്നത്. ചില ബേബീസിനെ NICUയിൽ കിടക്കുന്ന ടൈമിൽ ഫോട്ടോതെറാപ്പി ചെയ്യിപ്പിക്കാറുണ്ട്. അവിടെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നതിന്റെ കാരണം കൂടി നിൽക്കുന്ന ബിൽറുബിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ബിൽറുബിൻ കൂടി നിൽക്കുന്ന അവസ്ഥ നോക്കാം. ഡയറക്റ്റ് ബിൽറുബിൻ കൂടി നിൽക്കുകയാണെങ്കിൽ അത് ലിവറിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ ലിവർ സിറോസിസ്, അമിതമായിട്ടുള്ള മദ്യപാനമുള്ള ആളുകളിലും ബിൽറുബിൻ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള പല ലിവറിന്റെ കണ്ടീഷൻസിലും ബിൽറുബിൻ കൂടി നിൽക്കുന്നത് കാണാറുണ്ട്. ഏത് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മറ്റു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലുള്ള എൻസൈമിന്റെ വാല്യൂ നോക്കേണ്ടി വരും. ഇനി അടുത്ത എൻസൈം നമുക്ക് നോക്കാം. SGOT, SGPT അല്ലെങ്കിൽ AST, ALT. ഈ SGOT, SGPT എന്നത് ലിവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം എൻസൈമാണ്. കരളിന്റെ പ്രവർത്തനം കറക്റ്റായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്നും നമ്മുടെ കരളിലെ കോശങ്ങൾ ആരോഗ്യകരമാണോ എന്നറിയാൻ ബ്ലഡിലെ OT-PT അല്ലെങ്കിൽ SGOT, SGPT ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് ടെസ്റ്റിനും കൂടി ഏകദേശം 250 രൂപയിൽ താഴെയാണ് ആകുന്നത്. ഫാറ്റി ലിവർ ഉള്ളവരിൽ ഈ ടെസ്റ്റ് നോർമലിന് മുകളിലാണ് കണ്ടുവരുന്നത്. ഈ SGOT, SGPTയുടെ നോർമൽ റേഞ്ച് നമുക്ക് നോക്കാം. SGOT 40 വരെയും SGPT 35 വരെയുമാണ് വേണ്ടത്. ഈ SGPT എന്ന എൻസൈം അളവ് വല്ലാതെ കൂടുന്നത് കരളിനെ ബാധിക്കുന്ന വൈറസ് ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B തുടങ്ങിയ അക്യൂട്ട് വൈറൽ ഇൻഫെക്ഷൻ, അതായത് മഞ്ഞപ്പിത്തം എന്ന രോഗം ബാധിച്ചു കഴിയുമ്പോഴാണ് ഈ SGPT വല്ലാതെ വർദ്ധിക്കുന്നത്. രണ്ടാമതായി ഈ SGPT കൂടുന്നത് മദ്യപാനം മൂലമാണ്. നമ്മുടെ കരളിന്റെ കോശങ്ങൾ ക്രമേണ നശിച്ചു വരുന്നതിന്റെ സൂചനയാണ് ഈ SGPT ലെവൽ കൂടി വരുന്നത്. അടുത്തതായി പറയുന്നത് ചില ആളുകൾ ഓവറായി മരുന്ന് കഴിക്കുന്ന സ്വഭാവം, ചെറിയ തലവേദനയ്ക്കോ അല്ലെങ്കിൽ ചെറിയ മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നാൽ വെറുതെ ഗുളിക കഴിക്കുന്ന ധാരാളം പേരുണ്ട് സമൂഹത്തിൽ. ഇങ്ങനെ ആവശ്യമില്ലാതെ ഗുളികകൾ വാങ്ങി കഴിക്കുന്നതൊക്കെ SGPT ലെവൽ കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നു. അതുപോലെ അമിതമായിട്ടുള്ള കൊഴുപ്പിന്റെ അളവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അമിതമായി മധുരം കഴിക്കുന്നതും എല്ലാം കരളിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ SGPT കൂടിയാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കണമെന്നില്ല. ചിലരിൽ മാത്രമാണ് ഓക്കാനം വരുന്നതും അതുപോലെ ക്ഷീണം ഉണ്ടാവുന്നതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഒരു 60 അല്ലെങ്കിൽ 70% പേരിലും ഈ SGPT കൂടിയാൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണാൻ സാധിക്കില്ല. അതുപോലെ അമിതവണ്ണമുള്ളവരും കുടവയറുള്ളവരിലൊക്കെ ഫാറ്റി ലിവർ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ SGPT എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി SGPTയെ കൺട്രോൾ ചെയ്യാനായി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ശരിക്കും ഫുഡ് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ നല്ലപോലെ വ്യായാമം ചെയ്യുന്നതൊക്കെ SGPT വർദ്ധിക്കാതെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗവും കളർ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായും വ്യായാമം ചെയ്യുകയും അതുപോലെ ദുശീല സ്വഭാവമുള്ളവർ, അതായത് പുകവലി, മദ്യപാനമൊക്കെ ഉപേക്ഷിക്കുന്നതൊക്കെ ലിവർ ഫംഗ്ഷൻ നോർമലാക്കാൻ സഹായിക്കുന്നു. അടുത്തതായി പറയുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ്, ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ തുടങ്ങിയവയാണ്. ഇനി നമുക്ക് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് നോക്കാം. ഈ ALP അഥവാ ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് ഒരു എൻസൈം തന്നെയാണ്. ശരീരത്തിൽ പിത്തരസം സൂക്ഷിക്കുക, ബൈൽ ഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടെങ്കിൽ ആണ് സാധാരണയായി ALP ലെവൽ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നത്. അടുത്തതായി പറയുന്നത് ടോട്ടൽ പ്രോട്ടീൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആരോഗ്യവും ഉന്മേഷവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുകയും ചെയ്യുക. പ്രോട്ടീൻ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും സ്കിന്നിനുണ്ടാകുന്ന വരൾച്ചയും
നഖങ്ങളുടെ നിറത്തിൽ വരുന്ന വ്യത്യാസങ്ങളും എല്ലാം പ്രോട്ടീൻ കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുടിയിലെയും അതുപോലെ തന്നെ സ്കിന്നിന്റെയും നഖത്തിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഇലാസ്റ്റിൻ, കൊളാജിൻ, കെരാറ്റിൻ എന്നീ പ്രോട്ടീനുകൾ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഇവ സിന്തസൈസ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അത് കിട്ടുന്നത്. കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇങ്ങനെ ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ എത്തിയില്ലെങ്കിൽ കണ്ടുവരുന്ന ആദ്യത്തെ ലക്ഷണങ്ങളാണ് നാം മുടിയിലും സ്കിന്നിലും നഖത്തിലും ഒക്കെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മസിലുകൾക്കും പ്രധാനമാണ് പ്രോട്ടീൻ. അവയുടെ രൂപവും ഷേപ്പും ഭംഗിയും ഒക്കെ നിലനിർത്തുന്നതും മസിലുകളെ ഡെവലപ്പ് ചെയ്യിക്കുന്നതും ഈ പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ മസിലുകൾ ശോഷിച്ച് മെലിഞ്ഞു വരുന്നു. ഇത് കൂടുതലും കാണുന്നത് കൈകളിലും കാലുകളിലുമാണ്. പ്രായമായവരിൽ, അതായത് ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പ്രോട്ടീൻ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാനായിട്ട് കുറെ കാലതാമസം എടുക്കുന്നതും അതുപോലെ ഓപ്പറേഷനും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗം പഴയ അവസ്ഥയിലേക്കാവാൻ താമസം വരുന്നതുമെല്ലാം ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ പ്രോട്ടീൻ കൂടുന്നത് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നോക്കാം. പ്രോട്ടീൻ കൂടിയാലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പ്രോട്ടീൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നാണ് ഇനി പറയുന്നത്. പ്രോട്ടീൻ കൂടുതലായി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരഭാരം വർദ്ധിച്ചു വരുന്നു. പ്രോട്ടീൻ കൂടുതലായി കഴിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് വരുന്ന കലോറിയുടെ അളവ് കൂടും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അമിതമായി വരുന്ന പ്രോട്ടീൻ ശരീരം കൊഴുപ്പായി സൂക്ഷിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ പ്രോട്ടീൻ കൂടുന്നത് ശരീരത്തിലെ കാൽസ്യം കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. കാൽസ്യം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലം കുറയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇതിനെ പറയുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന്. ഇങ്ങനെ പ്രോട്ടീൻ കുറഞ്ഞാലും കൂടിയാലും ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഈ പ്രോട്ടീന്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബ്ലഡിലെ പ്രോട്ടീൻ ചെയ്താൽ സാധിക്കുന്നു. ബ്ലഡിലെ പ്രോട്ടീന്റെ നോർമൽ റേഞ്ച് നോക്കാം. 6.4 മുതൽ 8.4 വരെയാണ് പ്രോട്ടീൻ ശരീരത്തിൽ വേണ്ടത്. ഏകദേശം 100 രൂപയിൽ താഴെയാണ് ഈ പ്രോട്ടീൻ മാത്രം ചെക്ക് ചെയ്യുന്നതിന് ആകുന്നത്. ഇനി നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ 4-5 ഭക്ഷണങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ള. ഈ മുട്ടയുടെ വെള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കോളിഫ്ലവറിലാണ്. പ്രോട്ടീനോടൊപ്പം തന്നെ വൈറ്റമിൻ കെ, ഫൈബർ എന്നീ 2 ഘടകങ്ങളും കോളിഫ്ലവറിൽ അടങ്ങിയിരിക്കുന്നു. 1 കപ്പ് കോളിഫ്ലവറിൽ 3 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സോയാബീൻ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഈ സോയാബീനിൽ തീരെ കുറവാണ്. അടുത്തതായി പറയുന്നത് പനീറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാവുന്ന പ്രോട്ടീൻ ധാരാളമായി ലഭിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ പനീർ എന്ന് പറയുന്നത്. പനീറിൽ കലോറി കുറവും പ്രോട്ടീൻ വളരെ കൂടുതലുമാണ്. അവസാനമായി പറയുന്നത് പയർവർഗ്ഗങ്ങളാണ്. ചെറുപയർ, വൻപയർ, പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയിലെല്ലാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് കരൾ രോഗങ്ങൾ ഉള്ളവരിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ, അതായത് അവരുടെ കരളിന്റെ സ്ഥിതി മനസ്സിലാക്കുന്നതിനും രോഗത്തിന്റെ പുരോഗതി എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുന്നതിനും ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ സഹായിക്കുന്നു. ഇനി പറയുന്നത് ആൽബുമിൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആൽബുമിൻ വേണ്ടത് 3 to 5.0 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയാണ് വേണ്ടത്. ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷൻ, അതായത് ഈ ആൽബുമിന്റെ അളവൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇനി പറയുന്നത് ഗ്ലോബുലിൻ ആണ്. ഇത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം പ്രോട്ടീൻ ആണ്. ഇതിന്റെ നോർമൽ റേഞ്ച് 2.5 മുതൽ 3.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷനിൽ ഇതിന്റെ അളവ് ക്രമേണ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയുന്നത് ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ ആണ്. ആൽബുമിന്റെയും ഗ്ലോബുലിന്റെയും റേഷ്യോ ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്.
ഇതിന്റെ നോർമൽ 1.5 മുതൽ 2.5 ഇതിന്റെ അകത്ത് നിൽക്കണം. ലിവർ ഡാമേജ് ആകുന്ന അവസ്ഥയിൽ ഇത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് RFT അഥവാ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കാം. ഇന്ന് വൃക്കരോഗികളുടെ എണ്ണം വളരെയധികം കൂടി വരികയാണ്. കിഡ്നി അസുഖം വരുന്ന ആളുകളിൽ പൊതുവെ ഒരു ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ വൃക്കരോഗം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം പ്രമേഹമാണ്. പ്രമേഹം കൺട്രോൾ അല്ലാതെ നിന്നാൽ കിഡ്നിയെ അത് ബാധിക്കുന്നു. അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. അമിത രക്തസമ്മർദ്ദമുള്ളവരിലും കിഡ്നിയുടെ തകരാർ കണ്ടുവരുന്നു. ഈ RFTയിൽ വരുന്ന ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, ഈ 3 ടെസ്റ്റുകളാണ് ഈ RFT അഥവാ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത്. നമുക്കാദ്യം ക്രിയാറ്റിനിൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വൃക്കകളുടെ ഫംഗ്ഷൻ നോർമൽ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. നമുക്ക് ക്രിയാറ്റിനിൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് ഈ ക്രിയാറ്റിനിൻ എന്നത്. വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മുടെ വൃക്കകൾ കൃത്യമായി അരിച്ച് പുറത്തു കളയാറുണ്ട്. സാധാരണഗതിയിൽ ക്രിയാറ്റിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ 0.6 മുതൽ 1.4 വരെയാണ് വേണ്ടത്. നമ്മൾ ബ്ലഡിലെ ക്രിയാറ്റിൻ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ അളവ് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ 1.4 എന്നത് 2.0 ഒക്കെയാണ് കിട്ടുന്നത് എങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം മോശമായി തുടങ്ങിയോ എന്ന് സംശയിക്കാം. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ക്രിയാറ്റിനിൻ ഉയരുന്നത് എന്ന് നോക്കാം. പൊണ്ണത്തടി ഉള്ള ആളുകളിലും അതുപോലെ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ളവരിലും ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ളവരിലുമാണ് നാം സാധാരണയായി ഈ ക്രിയാറ്റിൻ ലെവല് ഉയർന്നു വരുന്നതായിട്ട് കാണുന്നത്. ഇനി നമുക്ക് യൂറിയ നോക്കാം. യൂറിയ, യൂറിക് ആസിഡ്. കർഷകർ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ ആണ് യൂറിയ. കൃഷി ചെയ്യുന്ന നിങ്ങളിൽ എല്ലാവർക്കും ഈ ഒരു യൂറിയ എന്ന വാക്ക് പരിചയമുണ്ടാകും. നമ്മുടെ ശരീരത്തിലും ഈ യൂറിയ ഉൽപാദനം നടക്കുന്നുണ്ട്. യൂറിയ പുറത്തേക്ക് തള്ളിവിടുന്നത് പല രൂപങ്ങളിലാണ്. നമ്മുടെ യൂറിനിൽ യൂറിയ മിക്സ് ചെയ്ത് നമ്മുടെ ശരീരം പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മുടെ വിയർപ്പിലൂടെയും യൂറിയ പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്കിനി നമ്മുടെ ബ്ലഡിൽ യൂറിയയുടെ അളവ് എത്ര വേണമെന്ന് നോക്കാം. 10 മുതൽ 40 വരെയാണ് ബ്ലഡിൽ യൂറിയയുടെ അളവ് വേണ്ടത്. ഇനി നമുക്ക് യൂറിക് ആസിഡ് നോക്കാം. ഞാൻ ഇതിന് മുന്നേ യൂറിക് ആസിഡിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് കാണണം കേട്ടോ. നമുക്ക് അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പ്യൂരിൻസ് എന്ന മെറ്റബോളിസത്തിന്റെ ഭാഗമാണ് യൂറിക് ആസിഡ്. ഭക്ഷണത്തിലൂടെ എങ്ങനെ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാമെന്നാണ് നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. പ്രോട്ടീന്റെ ഡൈജക്ഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് മെറ്റബോളിസത്തിന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്യൂരിൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി അവ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മാർഗം. പ്യൂരിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നോൺ വെജ് ഭക്ഷണങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഓർഗൻ മീറ്റ്, റെഡ് മീറ്റ്. ഓർഗൻ മീറ്റ് എന്നാൽ ജീവികളുടെ കരൾ, ഹൃദയം പോലുള്ള ഭക്ഷണങ്ങളാണ്. റെഡ് മീറ്റിൽ വരുന്നത് ബീഫ്, മട്ടൺ ഇങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ കൊഞ്ചും, ഞണ്ട് ഇത്തരത്തിലുള്ള ഫുഡുകളും യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുന്നു. അതേപോലെ മലയാളികളിൽ പ്രധാനമായിട്ടുള്ള മദ്യത്തിന്റെ അമിത ഉപയോഗവും ആൽക്കഹോളിലും ബിയറിലും യൂറിക് ആസിഡിന്റെ അളവ് കൂട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മദ്യം, ബിയർ ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. വീട്ടിൽ തന്നെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചീര, കോളിഫ്ലവർ, ഗ്രീൻ പീസ്, കൂണുകൾ ഇവയിലെല്ലാം പ്യൂരിൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. ഇനി നമുക്ക് യൂറിക് ആസിഡ് കുറച്ച് നിർത്താനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കാം. ഒന്നാമതായി പറയുന്നത് ചെറി ഫ്രൂട്ട് ആണ്. ഈ ചെറി യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ചെറിയിൽ അടങ്ങിയിട്ടുള്ള ആന്തോസൈനിൻസ് എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റിൽ വന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന ടെൻഡൻസി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജോയിന്റ് പെയിൻ വരുന്നത്.
നിങ്ങൾ എല്ലാവരും, അതായത് യൂറിക് ആസിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഡെയിലി ഒരു 7 ചെറിയെങ്കിലും കഴിക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏത്തപ്പഴവും യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഏത്തപ്പഴത്തിൽ വളരെ എമൗണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. തവിട് കളയാത്ത അരികൾ ഉപയോഗിക്കുന്നതും യൂറിക് ആസിഡ് ഉള്ളവർക്ക് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ബ്ലഡിലെ RFT, റിയൽ ഫംഗ്ഷൻ ടെസ്റ്റും അതുപോലെ യൂറിൻ ആൽബുമിൻ ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിക്കാണോ പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ ബ്ലഡ് ടെസ്റ്റിന് ഏകദേശം 300-350 രൂപയിൽ താഴെയാണ് ആകുന്നത്. ഈ 3 പ്രോഡക്ട്സ്, അതായത് യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് കിഡ്നിയിലൂടെ അരിക്കപ്പെട്ട് യൂറിനിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കിഡ്നി പ്രോപ്പർ ആയിട്ടാണോ വർക്കിംഗ്, അല്ലെങ്കിൽ ഈ 3 പ്രോഡക്ട്സും പ്രോപ്പർ ആയിട്ടാണോ യൂറിനിലൂടെ പുറന്തള്ളപ്പെടാതെ നമ്മുടെ ബ്ലഡിൽ തന്നെ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവയുടെ അളവ് കൂടുന്ന അവസ്ഥ, അതായത് നോർമൽ റേഞ്ചിൽ നിന്നും കൂടുതലാകുന്നു. അതൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നോർമൽ റേഞ്ച് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്. ഇനി നമുക്ക് ഗാമ-GT എന്ന ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്ന് നോക്കാം. കരൾ, വൃക്ക, പാൻക്രിയാസ്, ഹൃദയം, തലച്ചോർ എന്നിവയിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്ന ഒരു എൻസൈമാണ് GGT അഥവാ ഗാമ-GT. മറ്റ് ടിഷ്യൂകളിലും ഇത് കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു. ശരീരത്തിൽ ഒരു പ്രത്യേക രാസമാറ്റം വരുത്തുന്ന ഒരു പ്രോട്ടീനാണ് എൻസൈം. കരൾ അല്ലെങ്കിൽ പിത്തരസം കുഴലുകളുടെ രോഗങ്ങൾ കണ്ടെത്താൻ ഈ ഗാമ-GT എന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്നു. കരൾ അല്ലെങ്കിൽ പിത്തരസം കുഴലുകളും അസ്ഥിരോഗവും തമ്മിലുള്ള വ്യത്യാസം പറയാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളായ AST അഥവാ OT, ALT അഥവാ SGPT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ബിലിറുബിൻ ഈ ടെസ്റ്റുകളും ചെയ്തു വരുന്നുണ്ട്. താഴെ പറയുന്നത് ഗാമ-GT ലെവൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ്. മദ്യത്തിന്റെ ഉപയോഗം, പ്രമേഹം, ഹൃദയസ്തംഭനം, കരൾ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ, പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശ രോഗവും പാൻക്രിയാസ് രോഗവും തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കാൽസ്യം ശരീരത്തിൽ എങ്ങനെ കുറയുന്നു എന്നും ശരീരത്തിലെ കാൽസ്യം കറക്റ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും നോക്കാം. എല്ലാവരെയും അലട്ടുന്ന, അതായത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകളിൽ വരെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാൽസ്യം കുറവ് എന്നത്. പ്രായമായ ആളുകളിൽ വിട്ടുമാറാത്ത നടുവേദനയും ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെ സാധാരണയായിട്ട് ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് കാൽസ്യം ചെക്ക് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ബ്ലഡിൽ നമുക്ക് കാൽസ്യം എന്ന് ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യം അളവ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏകദേശം 150 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണിത്. നമുക്കിനി കാൽസ്യം കുറയാതെ ശ്രദ്ധിക്കുവാനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു മിനറൽ ആണ് ഈ കാൽസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ 99% കാൽസ്യം യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമാണ് ഈ കാൽസ്യം. ഏറ്റവും പ്രധാനം നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാണ്. ഹാർട്ടിന്റെ മസിലുകളുടെ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. അതുപോലെ സ്കിന്നിന്റെയും മുടിയുടെയും ഒക്കെ വളർച്ചയ്ക്കും കാൽസ്യം വളരെ എസെൻഷ്യൽ ആണ്. അതുപോലെ നമ്മുടെ ഓർമ്മയ്ക്കും ബുദ്ധിശക്തിക്കും എല്ലാം കാൽസ്യം തലച്ചോറിൽ ഉപയോഗിച്ചു വരുന്നു. നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഫുഡിലൂടെയാണ് കാൽസ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇനി നമുക്ക് കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കാം. ഒന്നാമതായി പറയുന്നത് അമിതമായ ക്ഷീണമാണ്. നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ ഉന്മേഷം ഇല്ലാതിരിക്കുന്നതും അതുപോലെ കാൽസ്യം കുറവിന്റെ മറ്റൊരു ലക്ഷണമാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മസിൽ പിടുത്തം, മസിൽ വേദന. ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്ന കാൽസ്യം കുറവിന്റെ ലക്ഷണങ്ങൾ. ഇതുകൂടാതെ വരുന്ന മറ്റ് ലക്ഷണങ്ങൾ നോക്കാം. ഓവറായി ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ് ഇതൊക്കെ കാൽസ്യം കുറവിന്റെ മറ്റ് ലക്ഷണങ്ങളാണ്.
ഇനി നമുക്ക് കുട്ടികളിൽ കാൽസ്യം കുറവ് വരുന്നത് എപ്പോഴൊക്കെ എന്ന് നോക്കാം. കുട്ടികളിൽ കാലിലും കൈകളിലൊക്കെ ഉണ്ടാകുന്ന വേദനയും കാല് കഴപ്പും ഇതൊക്കെ സാധാരണയായിട്ട് കാൽസ്യം കുറവ് മൂലം കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ പ്രായമായവർക്കാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറുമ്പോൾ മുട്ടിലുണ്ടാകുന്ന വേദനയും അതുപോലെ മറ്റു ചിലർക്ക് പല്ലുകളിൽ ഉണ്ടാകുന്ന കേടും ചിലർക്ക് നഖത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങളും, അതായത് നഖത്തിൽ ചെറിയ വെളുത്ത പാടുകൾ കാണുന്നതും നഖം പൊട്ടിപ്പോകുന്നതും ഈ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ തന്നെ കാൽസ്യം കുറവിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ എല്ലുകൾക്ക് തേയ്മാനം, അതായത് എല്ലുകൾ വീക്കായിട്ടുള്ള പല അവസ്ഥകളും കാണാൻ സാധിക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വീഴുന്ന ടൈമിൽ കൈ അറിയാതെ നിലത്ത് കുത്തുന്നതും എല്ലിന് പൊട്ടുപറ്റുന്നതൊക്കെ തന്നെ എല്ലുകളുടെ ബലം കുറയുന്നതിന്റെ അല്ലെങ്കിൽ കാൽസ്യം കുറയുന്നതിന്റെ കാരണമാവാം. ഇങ്ങനെ കാൽസ്യം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാൽസ്യം വേണമെന്നൊരു അവയർനെസ് ഉണ്ട്. നമ്മൾ ഒരുപക്ഷെ കാൽസ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നുമുണ്ട്. എന്നാൽ പോലും കാൽസ്യം ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കാൽസ്യം കുറവ് കാണാറുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ കാൽസ്യം ചെന്നാൽ ഈ കാൽസ്യം നമ്മുടെ ശരീരം വലിച്ചെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? വൈറ്റമിൻ ഡിയുടെ കുറവ് ഈ കാൽസ്യം കുറവിന് പ്രധാന കാരണമാകുന്നുണ്ട്. ഞാൻ വൈറ്റമിൻ ഡിയുടെ കുറവിന്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുപോയി കാണണം കേട്ടോ. അതുപോലെ തൈറോയിഡ് മെറ്റബോളിസം പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ശരീരം കാൽസ്യം വലിച്ചെടുക്കുന്നതിൽ പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ മറ്റു കാരണങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ പുറത്തു നിന്നും ധാരാളം ഫാസ്റ്റ് ഫുഡുകൾ, അതും പലതരത്തിലുള്ള ഫുഡുകളൊക്കെ വാങ്ങിക്കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാസ്റ്റ് ഫുഡിൽ ഓവർ സോഡിയം ചേർക്കാറുണ്ട് എന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോഡിയം ചേർക്കുന്നത്. അതുപോലെ അട്രാക്റ്റീവിന് വേണ്ടിയിട്ടും ഫുഡ് പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ സോഡിയം ചേർക്കുന്നത്. ഇങ്ങനെ സോഡിയം അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഫുഡിൽ കാൽസ്യം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം ഇത് വലിച്ചെടുക്കില്ല. അതുപോലെ അമിതമായ കഫീൻ കണ്ടന്റ് ഉള്ള ഫുഡുകൾ, ചായ, കാപ്പി ഇവയൊക്കെ അമിതമായി കുടിക്കുന്നവരുണ്ട്. ഇങ്ങനെ അമിതമായി ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത് കാൽസ്യം മെറ്റബോളിസത്തിന് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ അമിതമായിട്ടുള്ള ചായയും കാപ്പിയും ഒക്കെ കുടിച്ചാൽ അവരുടെ ഉള്ളിലേക്ക് എടുക്കുന്ന കഫീൻ കാൽസ്യം അബ്സോർപ്ഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ കോളകൾ കഴിക്കുന്നത്, ഈ കോളകളിലും കഫീന്റെ അളവ് വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. ഇതൊക്കെ തന്നെ കാൽസ്യം കുറവിന് കാരണമായേക്കാം. ഇനി നമുക്ക് ശരീരത്തിൽ എങ്ങനെ കാൽസ്യം അബ്സോർബ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് പാലും പാലുൽപ്പന്നങ്ങളും. അതുപോലെ കുട്ടികൾക്ക് വെണ്ണ കൊടുക്കുന്നത് കാൽസ്യം കൂട്ടാൻ സഹായകമാവുന്നു. പിന്നെ പാലിന്റെ പ്രോഡക്ട്സ്, പനീർ, തൈര്, മോര് ഇവയിലെല്ലാം കാൽസ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ഇനം മത്സ്യങ്ങളിൽ നത്തോലി, ചാള, കൊഴുവ ഇവയിലെല്ലാം ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ മത്സ്യങ്ങളെല്ലാം ഫുഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ചില ഇനം ധാന്യങ്ങളിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എള്ളിൽ എടുത്തു നോക്കിയാൽ എള്ളിൽ നിറയെ കാൽസ്യം അടങ്ങിയതിനാൽ ദിവസവും 2 എള്ളുണ്ട വീതം കഴിക്കുന്നത് കാൽസ്യം കൂട്ടാൻ സഹായകമാകുന്നു. വളരെ ചീപ്പ് ആയിട്ടും അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഘടകം തന്നെയാണ് എള്ള്. അതുപോലെ പതിവായി ഇലക്കറികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് കാൽസ്യം കൂട്ടാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. അതുപോലെ ഞാൻ മുകളിൽ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ കാൽസ്യം, വൈറ്റമിൻ ഡി ഈ 2 ടെസ്റ്റുകളും 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ശരീരത്തിൽ വേണ്ട കാൽസ്യത്തിന്റെ അളവ് നോക്കാം. 8.7 മുതൽ 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കാൽസ്യം നോർമൽ റേഞ്ച്. എല്ലാ ലാബുകളിലും അവൈലബിൾ ആയിട്ടുള്ളൊരു വില കുറഞ്ഞൊരു ടെസ്റ്റ് ആണ് സിറം കാൽസ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സന്ധിവാതങ്ങളെ പറ്റിയും മറ്റു വാദങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവ ഉണ്ടാക്കുന്നതെന്നും ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്താലാണ് വാദം അറിയാൻ സാധിക്കുക എന്നുമാണ് പറയുന്നത്.
ഒരു 30-35% പേരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സന്ധിവാതം എന്നത്. പ്രായമായ ആളുകളിലാണ് കൂടുതലായും ഈ സന്ധിവാതം കണ്ടുവരുന്നത്. സന്ധികളിൽ നീർക്കെട്ട് വരുന്ന അസുഖമാണ് സന്ധിവാതം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള വാദങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. സന്ധിവാതങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആണ്. രണ്ടാമത്തേത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇനി നമുക്ക് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്താണെന്ന് നോക്കാം. പ്രായമാകുമ്പോൾ സന്ധികളിൽ തേയ്മാനം ഉണ്ടാകുന്നുണ്ട്. അതുമൂലം ഉണ്ടാകുന്നതാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്നത്. ഈ രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായി കണ്ടുവരുന്നത് കാൽമുട്ടിലാണ്. ചില ആളുകളുടെ കൈമുട്ടിലും കണ്ടുവരുന്നുണ്ട്. ഇനി പറയുന്നത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇനി നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് മൂലം. അതേതൊക്കെയെന്ന് നോക്കാം. അതായത് ഒന്നാമതായി പറയുന്നത് നടക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ പെട്ടതാണ്. രണ്ടാമതായി പറയുന്നത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. ഇതിന്റെ പ്രത്യേകത ഏത് പ്രായമായവരിലും ഇത് വരാവുന്ന ഒരു രോഗമാണ്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നതാണ്. പ്രായമായവർ ഇതിനെ പറയുന്നത് ആമവാദം എന്നാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്നത് കൈയിലെയും കാലുകളിലെയും ഒക്കെ ചെറിയ വിരലിലൊക്കെ, അതായത് സന്ധികളിലും ആംഗിളിലും വേദനയും വീക്കവും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ ഈ സന്ധികളിൽ വേദനയും വലിച്ചുമുറുക്കവും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി അടുത്തതായി പറയുന്നത് യൂറിക് ആസിഡ് സംബന്ധിച്ച ആർത്രൈറ്റിസ്. ഇതിനെ നമ്മൾ ഗൗട്ട് എന്നാണ് പറയുന്നത്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് ഒരു പരിധിയിലധികമായാൽ, അതായത് 7ന് മുകളിലായാൽ സന്ധികളിൽ അത് അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ അടിഞ്ഞുകൂടുന്നത് ഒരു പരിധിയിലധികമാവുമ്പോൾ ആ ഭാഗം, അതായത് കാലിലെ തള്ളവിരലിലാണ് കൂടുതലായും യൂറിക് ആസിഡ് സിംറ്റംസ് കണ്ടുവരുന്നത്. ആ ഭാഗത്ത് സൂചി കുത്തുന്ന പോലുള്ളൊരു ഡീപ്പ് പെയിൻ അനുഭവപ്പെടുകയും നീരും സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ പെയിൻ 1-2 ആഴ്ചയോളം നിൽക്കുന്നു. പിന്നീട് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ആ സന്ധിയിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ധിയിൽ പെയിൻ വരുന്നു. ഈ യൂറിക് ആസിഡ് പ്രോബ്ലംസ് കൂടുതലായും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. സ്ത്രീകളിൽ വളരെ കുറവാണ് കണ്ടുവരുന്നത്. അതുപോലെ യൂറിക് ആസിഡ് അളവ് നോർമലിലും കൂടുതലായാൽ, നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 7.2 വരെയാണ്. അതായത് 7.6, 7.4 ഒക്കെയാണ് വാല്യൂ എങ്കിൽ അവർക്ക് ഒരുപക്ഷെ പെയിൻ ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വാദം ആണോ എന്നറിയാൻ നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് രോഗം നിർണയിക്കുക തന്നെ ചെയ്യണം. അതുപോലെ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഈ വാദം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റുകൾ നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. RA ഫാക്ടർ, റുമറ്റോയിഡ് ഫാക്ടർ, ASO ആന്റി സ്ട്രെപ്റ്റോലൈസിൻ O, ആന്റി CCP ആന്റി സൈക്ലിക് സിട്രുലിനേറ്റഡ് പെപ്റ്റൈഡ്, യൂറിക് ആസിഡ്. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ സാധാരണയായിട്ട് വാദത്തിന് ചെയ്തു വരുന്ന ടെസ്റ്റുകൾ. നമുക്ക് അവരുടെ റേറ്റുകൾ നോക്കാം. RA ഫാക്ടർ, ASO ടെസ്റ്റ്, ഈ 2 ടെസ്റ്റിനും കൂടി ഏകദേശം 600 രൂപയുടെ അടുത്തും യൂറിക് ആസിഡിന് 100 രൂപയുടെ അടുത്തുമാണ് ആകുന്നത്. ഈ ആന്റി CCP എന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിന് മാത്രം 1500 രൂപയുടെ അടുത്തുമാണ് ആകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെറ്റായ ഭക്ഷണക്രമവും ശരിയല്ലാത്ത ജീവിത രീതിയൊക്കെ ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമുക്കൊരു പരിധി വരെയൊക്കെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മാംസ്യാഹാരം ഒഴിവാക്കിയിട്ട് സസ്യാഹാരം ശീലമാക്കുന്നതും പുക വലിക്കുന്നതും അതുപോലെ തന്നെ മദ്യപിക്കുന്നതുമായ ശീലങ്ങളൊക്കെ ഒഴിവാക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഭക്ഷ്യനാരുകൾ, പഴങ്ങളും പച്ചക്കറികളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ പതിവായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ഈ രോഗാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് വാതരോഗങ്ങളെ പ്രതിരോധിക്കാനായി സഹായകമാവുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കാം. ഒന്നാമതായി പറയുന്നത് ഒലീവ് ഓയിൽ ആണ്. അണുബാധ പ്രതിരോധിക്കാൻ ഒലീവ് ഓയിൽ വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ വാതരോഗങ്ങളെ പ്രതിരോധിക്കാനും സന്ധികളിൽ ഉണ്ടാവുന്ന വീക്കം കുറയ്ക്കാനും എല്ലുകളുടെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് പഠനങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അടുത്തത് മുന്തിരിയാണ്. പോഷകസമൃദ്ധമായ ഒന്നാണ് മുന്തിരി. രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് മുന്തിരി. ഓക്സീകരണ സമ്മർദ്ദം കുറയ്ക്കാനും മുന്തിരി കൊണ്ട് കഴിയുന്നു. അടുത്തതായി പറയുന്നത് ബെറീസ് ആണ്. ധാരാളം ആന്റി ഓക്സിഡന്റും വൈറ്റമിനുകളും ധാതുക്കളും നിറഞ്ഞ ഒന്നാണ് ബെറി. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ബെറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയും ഒക്കെ കഴിക്കുന്നത് വാതസംബന്ധമായ അണുബാധയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. അടുത്തത് വാൽനട്ട്സ് ആണ്. ഈ വാൽനട്ട്സിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് വളരെ കൂടുതലാണ്. ഇത് വാതസംബന്ധമായ രോഗങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അവസാനമായി പറയുന്നത് ബ്രക്കോളിയാണ്. ഈ ബ്രക്കോളിയെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായൊരു പച്ചക്കറിയാണ്. നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തതുമായ പച്ചക്കറിയാണ് ഇത്. ബ്രക്കോളിയിൽ 99% വാട്ടർ ആണ് ഉള്ളത്. 7% കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ അന്നജത്തിന്റെ അളവ് വളരെ കുറവാണ്. അതേപോലെ പ്രോട്ടീൻ 3% ആണ് ബ്രക്കോളിയിൽ ഉള്ളത്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ധാരാളം പ്രോട്ടീൻ നോൺ വെജ് കഴിക്കാതെ ശരീരത്തിൽ എത്തണം എന്നുള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബ്രക്കോളി. 1 കപ്പ് ബ്രക്കോളി എടുക്കുകയാണെങ്കിൽ അതിൽ 2.4 ഗ്രാം ഫൈബർ ആണ്. ഈ ബ്രക്കോളി പ്രോട്ടീനുകളിൽ റിച്ച് ആണ്. അതുപോലെ നാരുകളിലും റിച്ച് ആണ്. എന്നാൽ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവുമാണ് ഈ ബ്രക്കോളിയിൽ. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബ്രക്കോളിക്ക് ഉണ്ട്. വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് ബ്രക്കോളി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ സിയെ പറ്റി അറിയാലോ അല്ലേ? നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ട് വളരെ ഗുണകരമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണിത്. അതേപോലെ തന്നെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനായി സഹായിക്കുന്ന ഒരു പോഷകാംശമാണ്. ഈ വൈറ്റമിൻ കെയുടെ അളവ് നന്നായിട്ട് ഇതിലുണ്ട്. നല്ല രീതിയിൽ അയണിന്റെ അംശവുമായി ബ്രക്കോളിയിൽ ഉണ്ട്. ബ്രക്കോളിയിൽ അടങ്ങിയ സൾഫുറാഫൈൻ എന്ന ഘടകം വാതരോഗങ്ങളെ കുറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൈഫോയിഡ് ഫീവർ എന്താണെന്നും എങ്ങനെയാണ് രോഗം പകരുന്നതെന്നും ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ബ്ലഡ് ടെസ്റ്റിലൂടെ എങ്ങനെ ഈ രോഗം കണ്ടെത്താനാകുമെന്നും നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ടൈഫോയിഡ്. ഈ ടൈഫോയിഡ് ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. സാൽമണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. ഇനി നമുക്ക് എങ്ങനെയാണ് ടൈഫോയിഡ് പകരുന്നത് എന്ന് നോക്കാം. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ടൈഫോയിഡ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിൽ മനുഷ്യവിസർജ്യവും മറ്റു മാലിന്യങ്ങളും കൂടിക്കലർന്നാൽ ടൈഫോയിഡ് ഉണ്ടാകുന്നു. ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയിലൂടെയും അസുഖം വ്യാപിക്കും. തുടർന്ന് കുടലിലെത്തുന്ന ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുകയും പിത്താശയം, കരൾ, സ്പ്ലീൻ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ പതുക്കെ താറുമാറാക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. പനി 103 ഡിഗ്രിയേക്കാൾ കൂടിയ പനിയായിരിക്കും. വയറിളക്കം, ക്ഷീണം, വയറുവേദന, തലവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ബ്ലഡിൽ നമുക്ക് വൈഡാൽ എന്ന ടെസ്റ്റ് ചെയ്താൽ ടൈഫോയിഡ് ഫീവർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. 350 രൂപയിൽ താഴെ നിൽക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഇത്.
ഈ രോഗം വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക. കുടിക്കാനുള്ള വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിനു ശേഷം 20 മിനിറ്റ് തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. തുറന്നിരിക്കുന്നതും പഴകിയതുമായ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക. ഈച്ചശല്യം ഒഴിവാക്കുക. ഓർക്കുക, അസുഖം വന്നു ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുക എന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോമൺ ആയി ചെയ്തു വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗനിർണയം ലബോറട്ടറി ടെസ്റ്റുകൾ വഴി എങ്ങനെ സാധിക്കുന്നു എന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു 25-30 വയസ്സ് ആകുമ്പോൾ തന്നെ പല രോഗങ്ങളും കണ്ടുവരുന്നു. പ്രധാനമായി കണ്ടുവരുന്ന രോഗങ്ങളാണ് ഷുഗർ, ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കൂടുന്ന അവസ്ഥ, അതുപോലെ ശരീരത്തിലെ കൊളസ്ട്രോളുകൾ കൂടുന്നതും ബ്ലഡ് പ്രഷർ ഉയരുന്നതും തൈറോയിഡ് പ്രോബ്ലംസും ഇവയൊക്കെയാണ് പ്രധാനമായും ഉള്ള ജീവിതശൈലി രോഗങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ലബോറട്ടറി ടെസ്റ്റുകൾ വഴി ഇവയെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ചിലരിലുള്ള സംശയങ്ങളാണ് ഡോക്ടേഴ്സ് പറഞ്ഞാൽ മാത്രമാണോ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നത്. അങ്ങനെയല്ല, നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രൈവറ്റ് ലബോറട്ടറിയെ സമീപിച്ചാൽ ഏത് ടെസ്റ്റുകൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ റിസൾട്ടിൽ നോർമൽ വാല്യൂസ് ഉണ്ടാകും. ഈ നോർമൽ വാല്യൂ നോക്കി നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ. ഷുഗർ ടെസ്റ്റ് ആദ്യമായിട്ട് ഷുഗർ നോക്കുന്നവരാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ ആകുമ്പോഴുമാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമതായി കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ നോക്കുമ്പോൾ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്നിങ്ങനെ കൊളസ്ട്രോൾ തരം തിരിച്ച് 5 രീതിയിൽ നോക്കുന്നതിനെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിനും ഫാസ്റ്റിംഗിലാണ് ടെസ്റ്റിന് പോകേണ്ടത്. ക്രമേണ കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടിയാൽ അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ കണ്ടീഷനിലേക്ക് ഇത് മാറുന്നു. കൊളസ്ട്രോളുകൾ തുടക്കത്തിലെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുഡിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് തൈറോയിഡ്. തൈറോയിഡ് പ്രശ്നങ്ങളും തുടക്കത്തിലെ തന്നെ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നു. തൈറോയിഡ് ആദ്യമായിട്ട് നോക്കുന്നവരാണെങ്കിൽ TFT, T3, T4, TSH എന്നിങ്ങനെ 3 ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് നല്ലത്. ഏതാണ് കൂടുതൽ എന്നറിയാൻ സാധിക്കുന്നു. 400 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ബ്ലഡ് ടെസ്റ്റ് ആണിത്. ഇനി ബ്ലഡ് പ്രഷറിന്റെ കാര്യമാണേലും ഇടയ്ക്കിടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. ബ്ലഡ് പ്രഷർ ഉള്ളവർ അച്ചാർ, പപ്പടം, ഉണക്കമീൻ ഇവ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഷുഗറിന്റെ കാര്യത്തിലും എപ്പോഴും കൺട്രോളിൽ ഷുഗർ കൊണ്ടുപോകണം. ഷുഗർ ഉയർന്നു നിന്നാൽ കിഡ്നിയെയും ബാധിക്കുന്നു. ഇനി നമുക്ക് ലബോറട്ടറികളിൽ പല പാക്കേജ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. ഒരു 1500 രൂപയിൽ താഴെ വരുന്ന ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, RFT കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ കൊളസ്ട്രോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതും ബോഡിയിലെ കംപ്ലീറ്റ് കൗണ്ട്, ഷുഗർ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഇത്രയുമാണ് പാക്കേജിൽ വരുന്ന ടെസ്റ്റുകൾ. ഇത് ചെയ്യുന്നതിനായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമില്ല. അതുപോലെ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു സംശയമാണ് പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാമോ എന്നത്.
ഇന്ത്യയിൽ ഇന്ന് പ്രമേഹ രോഗികൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന്റെ കാരണങ്ങൾ പലതാണ്. പ്രധാനമായും നമ്മുടെ ഭക്ഷണ ശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഭക്ഷണ രീതികളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുമാണ്. അതോടൊപ്പം തന്നെ സഡൻറിയായ ലൈഫ് സ്റ്റൈൽ, വേണ്ട രീതിയിൽ വ്യായാമമില്ലായ്മ, അമിതമായിട്ട് കലോറികൾ കലർന്ന ഭക്ഷണം, ജങ്ക് ഫുഡ്, ഇങ്ങനെ നമ്മളുടെ ഭക്ഷണ സംസ്കാരങ്ങളെല്ലാം തന്നെ ആകെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പണ്ട് കുറച്ച് പ്രായമായവർ ഒരു അന്തസ്സായി പറഞ്ഞിരുന്ന പ്രമേഹം ഇന്ന് ചെറുപ്പക്കാരിൽ പോലും 20-30 വയസ്സുള്ള ആളുകളിൽ പോലും ഇന്ന് ഈ പറഞ്ഞ പ്രമേഹം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എല്ലാം കാണുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും തന്നെ സംശയമുള്ള കാര്യമാണ് ഡയബറ്റിക് പേഷ്യൻസിന് പഴങ്ങൾ കഴിക്കാമോ എന്നത്. ചിലർ പറയും പഴങ്ങൾ കഴിക്കാനേ പാടില്ല, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുമെന്ന്. മറ്റു ചിലർ പറയും പഴങ്ങൾ കഴിക്കാമെന്ന്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഗുണകരമാണ് പഴങ്ങൾ. ഇനി ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൽ പ്രധാനമായും ധാരാളമായി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള ധാരാളം പോഷകങ്ങൾ ഈ പഴവർഗ്ഗങ്ങളിലെ വൈറ്റമിൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഇങ്ങനെയുള്ള നല്ല വൈറ്റമിൻസ് എല്ലാ പഴവർഗ്ഗങ്ങളിലും, ഒരുമാതിരിപ്പെട്ട പഴവർഗ്ഗങ്ങളിലെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, അതുപോലെ ഇവയ്ക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ശരീരത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്ന പല ഘടകങ്ങൾ, ഈ ഘടകങ്ങളെ ഒതുക്കാനായിട്ട് ഈ പറഞ്ഞ ആന്റി ഓക്സിഡന്റ്സിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പഴങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടത് തന്നെയാണ്. മറ്റൊന്ന്, പല പഴങ്ങളിലും നല്ല രീതിയിൽ ജലാംശമുണ്ട്. നിർജലീകരണത്തെ തടയാനായിട്ടും കഴിയുന്നു. അതുപോലെ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. ഉദരത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിനെയൊക്കെ തടയാനായിട്ട് നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണത്തിലൂടെ ഇത് സാധിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴങ്ങളാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്. ഇങ്ങനെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ആപ്പിൾ കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. കാരണം ആപ്പിളിൽ കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അതുപോലെ അവക്കാഡോസ്, ബെറീസ്, ചെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ഗ്രേപ്പ് ഫ്രൂട്ട്, ഇതൊക്കെ കഴിക്കുന്നതും കിവി ഫ്രൂട്ട്, ഓറഞ്ച്, സ്ട്രോബെറി, നാരങ്ങ, ഇതെല്ലാം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴവർഗ്ഗങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ പ്രമേഹ രോഗികള് ഭക്ഷണത്തിലൊക്കെ ഈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തുക. ഇനി അവസാനമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള, കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രൈ ഫ്രൂട്ടിൽ പെട്ട ഒരു ബദാമിന്റെ പോഷക ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബദാമിന് നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാട്ടോ. നമുക്ക് ബദാം കുതിർത്തി കഴിച്ചാലും അല്ലാതെ കഴിച്ചാലുമുള്ള ഗുണങ്ങൾ നോക്കാം. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഫലപ്രദമായ ഒന്നാണ് ബദാം. ഇത് പഠനങ്ങളിൽ പറയുന്നു, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ അമ്ലവും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും മഗ്നീഷ്യവും അടങ്ങിയ ഒന്നാണ് ഈ ബദാം.
ബദാം നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ അതിന്റെ തൊലി കുതിർത്തി കളഞ്ഞാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ദഹനം മെച്ചപ്പെടുത്തുന്നു. ബദാം വെള്ളത്തിൽ കുതിർത്തി കഴിക്കുമ്പോൾ പോഷക ലഭ്യത ഉയർത്തുന്നു. വെള്ളത്തിൽ കുതിർത്തി ബദാം കഴിക്കുമ്പോൾ ബദാം പുറത്തുവിടുന്ന ലിപ്പാസ് എൻസൈം കൊഴുപ്പിന്റെ ദഹനം എളുപ്പമാക്കുന്നു. കുതിർത്ത ബദാം സാന്ദ്രത കൂടിയ ലിപ്പോപ്രോട്ടീൻ HDL അളവ് ഉയർത്തുകയും സാന്ദ്രത കുറഞ്ഞ ലിപ്പോപ്രോട്ടീൻ LDL അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. HDLന്റെയും LDLന്റെയും അനുപാതം നിലനിർത്തേണ്ടത് നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മക്കുറവുള്ളവർക്ക് സാധാരണയായിട്ട് ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെയൊക്കെ ശാരീരിക ബലത്തിനും ഈ ബദാം ഡെയിലി കഴിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പ്രമേഹ രോഗികൾക്ക്, അതായത് പ്രമേഹ രോഗമുള്ളവർക്ക് ഒട്ടുമിക്ക സാധനങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ പ്രമേഹ രോഗികൾക്ക് പോഷകങ്ങൾ ലഭ്യമാകാനായിട്ട് ഈ ബദാം കഴിക്കുന്നത് കൊണ്ട് സാധ്യമാകും. അതുപോലെ ഈ പ്രമേഹ രോഗികളൊക്കെ ബദാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ വെയിറ്റ് ലോസിന്റെ കാര്യത്തിലും ബദാം ഉപയോഗിച്ചു വരുന്നു. ഈ ബദാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ന്യൂട്രീഷൻസിന്റെ ആഗിരണം ബോഡിയിൽ നടക്കണമെങ്കിൽ നമ്മൾ രാത്രി കുറച്ച് വെള്ളത്തില് 3-4 ബദാം ഇട്ടുവെക്കുക. വെളുപ്പിന് ഇവ കുതിർത്തി തൊലി കളഞ്ഞാണ് കഴിക്കേണ്ടത്. വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പാലിൽ അരച്ചായാലും കഴിക്കാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ഈ ബദാം കൊണ്ടുള്ള ഓയിൽ, ക്രീമുകളൊക്കെ നമുക്ക് ഔട്ട്സൈഡ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. മുടിയുടെ ആരോഗ്യത്തിനും സാധാരണയായിട്ട് ഈ ബദാം കൊണ്ടുള്ള പല ഓയിലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ബദാമിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഈ ബദാമിൽ തീരെ കുറവാണ്. അതിനാൽ ഈ ബദാം ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ്. ബദാം ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്കും അതുപോലെ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നവർക്കും ഈ ബദാം ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ തരത്തിലുമുള്ള മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ്. മൂലകങ്ങൾ അല്ലെങ്കിൽ മിനറൽസിന്റെ കാര്യം നോക്കിയാൽ പൊട്ടാസ്യം, മഗ്നീഷ്യം ഇവ ധാരാളം അടങ്ങിയ ഒന്നാണ് ബദാം. എന്നാൽ കാൽസ്യം കുറവാണ് ഈ ബദാമിൽ. വൈറ്റമിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഇതിൽ കാര്യമായിട്ടില്ല. അതുപോലെ വൈറ്റമിൻ ഡി ഇതും കാര്യമായിട്ട് ഈ ബദാമിൽ ഇല്ല. ഈ 2 വൈറ്റമിനും ഒഴികെ എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബദാം. വൈറ്റമിൻ ഇ കാര്യമായ അളവിൽ അടങ്ങിയ ഈ ബദാമിൽ നമുക്കിത് ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനോട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതിന്റെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലൊക്കെ നല്ല മാറ്റം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല ഗുണങ്ങളാണ് ബദാമിന്, നല്ല ഗുണങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ബദാമിന്റെ ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഴകിയ ബദാം ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല.
ഈ ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കയ്പ് സ്വാദ് ഫീൽ ചെയ്താൽ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അതുപോലെ തൊലി കളഞ്ഞ് മാത്രമാണ് ഈ ബദാം കഴിക്കാൻ പാടുള്ളൂ. അത് കുതിർത്തിയെടുക്കുമ്പോൾ എന്തേലും തരത്തിൽ മോശമായിട്ടുള്ള സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അത് കളയുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും വെയിൽ നേരിട്ട് ഏൽക്കുകയോ ജലാംശം കൂടുതലുള്ള അന്തരീക്ഷത്തിലോ ബദാം സൂക്ഷിച്ചു വെക്കരുത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ് ഒരിക്കലും ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കരുത്. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ മാത്രം ആൽമണ്ട്സ് സൂക്ഷിക്കുക. എന്തേലും തരത്തിലുള്ള ബാഡ് സ്മെൽ കിട്ടിയാൽ ഈ ആൽമണ്ട്സ് എടുത്തു കളയുക തന്നെ ചെയ്യണം. ആൽമണ്ട്സ് ആർ എക്സ്ട്രീംലി ന്യൂട്രീഷ്യസ്, ബട്ട് പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസിൽ ഞാൻ ഏറ്റവും ലെങ്തി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ സാധാരണയായിട്ട് 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാറ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. അതാണ് ഞാൻ കുറേ ടെസ്റ്റുകളും നമ്മുടെ കോമൺ ടെസ്റ്റുകളെ കുറിച്ചും അതുപോലെ മറ്റ് ലബോറട്ടറി ടെസ്റ്റുകളുടെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണും വരെ ബൈ.